ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഈ ഒരു മഴക്കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ മഴക്കാലത്ത് നമുക്ക് ധാരാളം അസുഖങ്ങൾ പടർന്നു പിടിക്കാറുണ്ട്. പല തരത്തിലുള്ള പനികൾ ഓരോ സീസണിലും നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊതുകുകൾ പരത്തുന്ന ഡെങ്കി, അതുപോലെ മലേറിയ പോലുള്ള അസുഖങ്ങളും ഈ മഴക്കാലത്ത് വളരെ സാധാരണയായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഔഷധക്കൂട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഈ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ അന്തരീക്ഷത്തിലൂടെ രോഗാണുക്കൾ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന തരത്തിലുള്ള പനികൾ അത് തടയാൻ വേണ്ടി സഹായിക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ മോസ്കിറ്റോസ് മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് ഈ സമയത്ത് ഒരുപാട് കൊതുകുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു മരുന്നാണ് അപരാജിത ധൂപചൂർണം അല്ലെങ്കിൽ അപരാജിത ധൂമചൂർണം എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ കേരളത്തിലുള്ള മിക്ക ഔഷധി ഫാർമസീസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഔഷധി, അതുപോലെ കോട്ടക്കൽ, വൈദ്യരത്നം എല്ലാത്തിനും ഈ ഒരു ധൂപക്കൂട്ട് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുകക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ധൂപക്കൂട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് വെച്ചാൽ, നമ്മളെ അന്തരീക്ഷത്തിലുള്ള രോഗാണുക്കളിൽ 98% രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഔഷധക്കൂട്ടിന് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്കിപ്പോൾ ഒരു കൊതുകുണ്ട് അല്ലെങ്കിൽ മറ്റു പല ജീവികളും ഈ മഴക്കാലത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളുടെയൊക്കെ ദേഹത്ത് ചെറുതായിട്ട് ചൊറിഞ്ഞു തടിച്ചിട്ടൊക്കെ കാണുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ പ്രാണികൾ, കടിക്കുന്ന പ്രാണികൾ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാവാറുണ്ട്. അതിനെയൊക്കെ റിപ്പൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഔഷധക്കൂട്ട് കൂടിയാണ് ഈ ഒരു അപരാജിത ധൂപചൂർണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഗുൽഗുലു അടങ്ങിയിട്ടുണ്ട്. ഗുൽഗുലു നമുക്കറിയാം വളരെയധികം ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഇത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കീടാണുക്കളെ നശിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നീം, അതായത് ആര്യവേപ്പിൻ്റെ തൊലി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ദേവദാരു അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും നല്ല ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വയമ്പിൻ്റെ കിഴങ്ങ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുകപ്പുല്ല്, അതുപോലെ അകില്, ചെഞ്ചല്യം, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എരിക്കിൻ്റെ വേര് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള 8ഓളം മരുന്നുകൾ ചേർത്തിട്ടാണ് ഈ ഒരു ഔഷധക്കൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനൊക്കെ തന്നെ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ള മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൂപ്പൽ ബാധയൊക്കെ മഴക്കാലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ചുമരിലും ഒക്കെ ചെറിയ ചെറിയ പൂപ്പലുകളൊക്കെ ഈ മഴക്കാലത്ത് കാണാറുണ്ട്. ഇതൊക്കെ തടുക്കാനും നമുക്ക് ഈ ഒരു ഔഷധക്കൂട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ 8ഓളം മരുന്നുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഔഷധക്കൂട്ട് നമുക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയായിട്ട് തന്നെ വാങ്ങണമെന്നില്ല. ഈ ഔഷധങ്ങൾ നമുക്ക് അങ്ങാടി കടകളിൽ നിന്ന് വാങ്ങി പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്കിത് റെഡിമെയ്ഡായിട്ട് ഒരു പാക്ക്, ഒരു 50 ഗ്രാമിൻ്റെ ഒക്കെ പാക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 70 രൂപകളൊക്കെ മാത്രമാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. ഈ ഫാർമസികൾ തമ്മിൽ ചെറിയ ചെറിയ വിലയിൽ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലും പല ഫാർമസികൾ ഉണ്ടാക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഔഷധക്കൂട്ടിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസും. അതുപോലെ ഇതിൻ്റെ ഒരു വില വരുന്നതും അത്രയും കുറവ് മാത്രമാണ്. അതായത് ഒരു 100 ബിലോ ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അന്തരീക്ഷം ഡിസിൻഫെക്റ്റൻ്റ് ആക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ മോസ്കിറ്റോ, അതുപോലെ ഇതുപോലുള്ള ചെറിയ ജീവികളെയൊക്കെ റിപ്പൽ ചെയ്യാൻ കൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് വേറെ ഒന്നുമില്ല, കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ, ഹെർബൽ പൗഡേഴ്സ് മാത്രം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കോ അതുപോലെ തന്നെ ഗർഭിണികൾക്കോ മറ്റ് വയസ്സായവർക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചിലപ്പോൾ കൊറോണയുടെ ടൈമിലൊക്കെ ഈ ഒരു മരുന്നിനെ കുറിച്ച് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും. കൊറോണ പ്രിവെൻറ്റീവ് മെഡിസിൻ കിറ്റ് കൊടുത്തിരുന്ന സമയത്ത് ആയുർവേദത്തിൽ കൊടുത്തിരുന്ന പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ കൂടെ ഈ ഒരു മരുന്ന് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കൊറോണയെ തടുക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ പുകക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ധൂപക്കൂട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തും നമുക്ക് ഈ പനികളെ, പെട്ടെന്ന് വരുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ ജലദോഷം, കുട്ടികൾക്കൊക്കെ മഴയത്ത് പെട്ടെന്ന് വരുന്നതാണ് ജലദോഷം പോലുള്ള പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന പനികളും ഒക്കെ. അപ്പോൾ അത് തടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദിവസവും ഇത് വീടുകളിൽ പുകക്കാവുന്നതാണ്. ഇനി പുകക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നല്ല പൗഡേഴ്സാണ്. അപ്പോൾ സ്റ്റിക്കൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് ഏതെങ്കിലും ഒരു ഒന്നുകിൽ ചകിരിയിൽ അല്ലെങ്കിൽ ചിരട്ട കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു പുകക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളൊരു മൺപാത്രത്തിൽ നമുക്കിത് പുകക്കാവുന്നതാണ്. പുകക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറുതായിട്ട് വെന്റിലേഷൻ കൊടുക്കാം. വീട് മൊത്തമായി അടച്ച് പൂട്ടിയിട്ട് കത്തിക്കാതെ ചെറുതായിട്ട് വാതിലുകൾ തുറന്നിടുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മോസ്കിറ്റോസ് ഒക്കെ പോകുന്നതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുഭാഗവും നമുക്ക് ഇതുകൊണ്ട് പോക്കാവുന്നതാണ്.
അപ്പോൾ ഇതുപോലുള്ള അണുക്കളെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഉപക്കൂട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ആസ്മയുള്ള പേഷ്യൻസ് ആണ്. ആസ്മയുള്ളവർക്ക് നമുക്കറിയാം പുക വരുമ്പോൾ ശ്വാസം മുട്ട് പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ അവർക്കിത് ഡയറക്റ്റ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, ഇത് ശ്വസിച്ചുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ നമുക്ക് പുക വരുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് ആസ്മ പേഷ്യൻസിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവരെ പുറത്തേക്ക് മാറ്റി നിർത്തോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ ഒരു മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു പനിയൊക്കെ വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ ഇത് പുകക്കുന്നുണ്ട് എങ്കിൽ ഇനി ഇൻ കേസ് അത് മറ്റൊരാൾക്ക് വന്നാലും അതിന്റെ തീവ്രത വളരെ കുറഞ്ഞിട്ടായിരിക്കും വരിക. തീവ്രത വളരെ കുറഞ്ഞു വരും, അല്ലെങ്കിൽ അത് വരികയില്ല. അത് പടർന്നു പിടിക്കുന്നത് നമുക്ക് തടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് അസുഖം വന്നിട്ടുള്ളവർ, ഇനി വീട്ടിൽ മുറിവുകളൊക്കെയുള്ള ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുറിയിലും ഒക്കെ ഇത് പുകക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മണം ഇതിനുണ്ട്. അത് നമ്മളിപ്പോൾ മറ്റു ചില മരുന്നുകൾക്കൊക്കെ ഉണ്ടാകുന്ന മോശം മണമൊന്നുമല്ല, നല്ല മണമാണ്, നല്ല സ്മെല്ലാണ്. അപ്പം നമ്മളൊരു എയർ ഫ്രഷ്നറൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഇത് നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നത് വളരെ സേഫാണ്, കുട്ടികൾക്ക് സേഫാണ്. അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഈ ഒരു മരുന്നിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു മരുന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. മഴക്കാലത്ത് പ്രത്യേകിച്ച് എല്ലാവരുടെ വീട്ടിലും ഓരോ പാക്ക് നിർബന്ധമായിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.